ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപ്രയാറാണ് ഇപ്പോൾ ഞാനുള്ളത്. തൃശ്ശൂരിൽ ത്രിപ്രയാർ അമ്പലത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അടുത്തായിട്ട് ഒരു ചേലൂർ മനയുണ്ട്. അപ്പോൾ ചേലൂർ മനയും അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാഴ്ചകൾ കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് കേരളത്തിലും അതിൻ്റെ പുറത്തും ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ട് ഈ പേജിൽ. ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഏതാണ്ട് ത്രിപ്രയാർ അമ്പലത്തിൻ്റെ കിഴക്കേ നടഭാഗത്താണ്. ഇത് നിങ്ങൾക്ക് അവിടെ പാലം കാണാൻ പറ്റും. പിന്നെ ഇത് ത്രിപ്രയാർ അമ്പലം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് എൻ്റെ കൂട്ടുകാർ അഗ്ഗിയുണ്ട്, പിന്നെ അതേ പ്രവി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങാണ്. വണ്ടിയിൽ കയറി ബാക്കി ഭാഗങ്ങൾ വഴിയിൽ കാണാം. അപ്പോൾ ഇതാണ് ത്രിപ്രയാർ കിഴക്കേ നട ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കണം. അതാണ് കിഴക്കേ നട ജംഗ്ഷൻ എന്ന് പറയുന്നത്, ത്രിപ്രയാർ, തൃശ്ശൂർ ജില്ലയിൽ. ഏകദേശം ചേലൂർ മനേര അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ട് ഇവിടെ. ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്, മനേര സ്റ്റാർട്ടിങ് ആണത്. എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നു. ഏതാണ്ട് നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ബാക്കി വീഡിയോയിൽ കാണാം. അപ്പോൾ ഇപ്പോൾ ഈ കൊറോണയുടെ പ്രശ്നം കാര്യമുണ്ട് നമുക്കിവിടെ എൻട്രി ഇല്ല. അപ്പോൾ നമ്മളിവിടെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചേലൂർ മനാനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഈ ചേട്ടനോട് ചോദിച്ചറിയാം. കാലപ്പഴക്കമുള്ളതാണ്. പഴയ എന്താ പറയുക, രാജവാഴ്ച കാലത്തുള്ള ഒരു ഫ്യൂഡൽ ഉണ്ടായിരുന്നു. അതെ അല്ലേ. ഇവരെന്ന് വെച്ചാല് പ്രധാനമായിട്ട് ബിസിനസ്സുകാരാണ് ഇവര്. ഇത് ഓണർഷിപ്പ് ഇപ്പോൾ നിൽക്കുന്നത് അല്ല, ബിസിനസ്സിന് ഇവര് ബിസിനസ് നമ്പൂരിമാരാണ്. കാരണം ഓത്തമ്പൂരിമാരല്ല, നമ്പൂരിൽ 2 വിഭാഗമുണ്ട്. അതിൽ ഇവര് ബിസിനസ്സിന്. അപ്പൊ ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞാൽ രാംദാസ് തിയേറ്റർ, അമാതിരി പല തിരുമേനി പിക്ചേഴ്സ്, അങ്ങനെ പല ആക്ടിവിറ്റി ഉണ്ട് ആൾക്ക്. ഇയാൾ അച്ഛനെ ഒരു വക്കീലായിരുന്നു, അഡ്വക്കേറ്റ് രവി ചേരൂർ തൊട്ടൊക്കെ എനിക്ക് പരിചയമുള്ളൂ. അതിന് മുമ്പ് കുട്ടൻ തിരുമേനി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയാളാണ് ഇവിടെ വലിയ ഇവരെ അച്ഛനെ, ഈ രവി തിരുമേനിയുടെ അച്ഛൻ കുട്ടൻ തിരുമേനിയാണ്. കുട്ടൻ തിരുമേനി വെച്ചാൽ വലിയ പ്രമുഖ ഇതാണ്. അപ്പോൾ ഏതാണ്ട് ത്രിപ്രയാർ അമ്പലത്തിന്റെ പാരമ്പര്യം ഉണ്ട് ഇതിന്. ഈ മനക്കില്ലേ ഈ ത്രിപ്രയാർ അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നത് ഇവരാണ്. അമ്പലം പണിയിച്ചുള്ളതൊക്കെ ഇവരാണ് പറയണത്, രാജവാഴ്ച കാലത്ത്. അതെല്ലേ. വേറെ കുഴപ്പക്കാരൊന്നല്ല ഇവര് ശരിക്കും പറയുക ഈ ചേരുമാന എല്ലാ ആളുകളും കമ്മ്യൂണിസ്റ്റുകാരാ, CPM-ന്റെ ആൾക്കാരാ അവര്. ഈ രാംദാസ് ആയാലും മറ്റു ഫാമിലി ഈ എംബസിക്കായിട്ട് നല്ല അടുപ്പുള്ള ഫാമിലി. പിന്നെ അവരെ കൊണ്ട് ശല്യമൊന്നുമില്ല. വളരെ, അതായത് ഇവര് ശരിക്കും സാമൂഹ്യ മാറ്റങ്ങൾ അംഗീകരിക്കുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് എന്താ പറയാ, ഒരു തിരുമേനിമാരെന്നുള്ള രീതിയിലുള്ള അങ്ങനെയുള്ള ഹുങ്കൊന്നുള്ള ആൾക്കാരല്ല. പിന്നെ ഇവര് ഒത്തമ്പൂരിമാരും അല്ല, ഇവര് ബിസിനസ്സാണ്. അത് കാരണം ഇവർ തകർന്നിട്ടില്ല. പല ഇല്ലങ്ങളും തകർന്നു പോയെങ്കിലും ഇവർ തകർന്നില്ല. ഇവർ ബിസിനസ്സിൽ ഇപ്പോഴും ഉയർന്നു നിൽക്കുക. രാംദാസ് ആയാലും അയാളെ അച്ഛനൊക്കെ ആയാലും ബിസിനസ്. പിന്നെ ഈ രാംദാസിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ, ഈ രാംദാസിന്റെ ഭാര്യ രാംദാസിന്റെ അമ്മ, അവര് നല്ലൊരു ഉദ്യോഗസ്ഥയാണ്. അവര് ഈ ഇൻകം ടാക്സിലെ എന്തിനാണ്ട് സ്ഥലം ഇവിടെ. ഇവർക്ക് ഈ പ്രദേശം മുഴുവൻ ഇവരായിരുന്നേ. അറിയില്ല. അത് നയപരമായിട്ട് ഇവര് ഇപ്പൊ ഈ പ്രദേശം ഇവർക്ക് അളവില്ലാത്ത ഭൂമി, ഇവരെ ഭൂമി ഇവർക്ക് തന്നെ അറിയില്ല. പക്ഷെ അതൊക്കെ ഇപ്പൊ കുടിയെടുപ്പും അതേമാതിരി പാട്ടഭൂമിയൊക്കെ ജന്മഭൂമിയാക്കി കൊടുക്കലും കുറെ ആൾക്കാർ വാങ്ങലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അതിലിപ്പോ ഈ പുരുഷോത്തമൻ തിരുമേനിയുടെ സ്ഥലം മാത്രമാണ് അധികം വിറ്റ് വരുള്ളൂ. ബാക്കി എല്ലാവരെയും അവരുടെ ഭൂമി മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാറില്ല. ഇപ്പൊ ഇവിടെ വരും, വെടുപ്പാക്കൊക്കെ ചെയ്യും. അത് ഇവര് കൊല്ലം പൂരണ്ടായില്ല തൃപ്രയാർ. അപ്പൊ ആണ് വരാഞ്ഞ തൃപ്രയാർ പൂരം ആകുമ്പോ ഇവര് ഇവിടെ വന്ന് താമസിക്കും കുറച്ചാള്, ഒരു 3 ദിവസം 4 ദിവസം. ആ പൂരം അവസാനിക്കുന്നവരുണ്ടാവും ഇവിടെ ഇവിടേക്ക് വരുമ്പോരെ. അപ്പൊ അത് കഴിഞ്ഞ് അവർ പോകും.
അത്രയുള്ളൂ. വേറെ ഒന്നുമില്ല. ബിസിനസ് സിനിമ രംഗൊക്കെയാണ് ഇവരെ. ആ സിനിമയുടെ ഷൂട്ടിങ് വലിയേട്ടനൊക്കെ അല്ല, ഷൂട്ടിംഗ് അല്ല, സിനിമയുടെ തിരുമേനി പിക്ചേഴ്സ് ഇവരുടെ ആയിരുന്നു അല്ലേ? അപ്പോൾ ഇവർക്ക് അതിൻ്റെ ഇതുണ്ട്. അവർക്ക് ബിസിനസ് ആക്ടിവിറ്റി ആണ് ഇവർക്കുള്ളത്. ഓക്കെ ഓക്കെ. അതുകൊണ്ട് നശിച്ചിട്ടില്ല. പഴയ ഇല്ലങ്ങളൊക്കെ മുടിഞ്ഞു പോയല്ലോ. ഇവർക്ക് അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ക്ഷീണമൊന്നും പറ്റില്ല. അത് അവർ ബിസിനസ്സിൻ്റെ ആളുകളായ കാരണമാണ്. മറ്റേ വെറും പറമ്പ് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം ആശ്രയിച്ചിരിക്കുന്ന ആളുകളല്ലായിരുന്നു. ശരി. എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഇവിടുത്താരല്ല, ഇവിടെ അകർന്ന് വന്ന് താമസിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. പഴയ ഏറ്റവും പ്രധാനപ്പെട്ട മാനങ്ങളുള്ളത് നല്ല സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു, ആനിക്കുണ്ടായിരുന്ന. അതല്ലേ. അപ്പോൾ നമ്മുടെ മോഹൻദാസ് ചേട്ടനാണ് ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ ഇതാണ് ചേലൂർ മന. അപ്പോൾ അല്ലാതെ അറിഞ്ഞല്ലോ ചേലൂർ മനനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ്, നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. ചേളൂർ മനയുടെ പറമ്പിൽ, അവരുടെ പറമ്പിൽ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ ഏരിയാസാണ് ഈ ഇവിടുത്തെ തിരുമേനിമാരും അവരൊക്കെ ശവപ്പറമ്പാണത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ ഇവരെ സ്വത്തുക്കൾ മുഴുവനായിരുന്നു. അവിടെ പാടാണോ? അതെ. നടക്കാൻ പറ്റുമോ? അതല്ലേ. ചേലൂർ മനയുടെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഇവിടെ ഫുള്ള് പാടമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അറിയപ്പെടാത്ത സ്ഥലങ്ങൾ, അതായത് ആരും ചെന്നെത്താത്ത സ്ഥലങ്ങൾ, അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്.